Okay, dear students, welcome back to the class. Do you remember what we learned in the last class? Yeah, we were talking about the third chapter, isn't it? Uses of plants. We were talking about uses of plants, അല്ലേ? Okay, now let it be there. അതവിടെ നിൽക്കട്ടെ. എന്നിട്ട് നമുക്ക് what we will do now? നമുക്ക് അടുത്ത ആഴ്ച എക്സാം അല്ലേ? We'll just have a revision. Okay, we'll just go through the first lesson onwards. Okay. First chapter നമ്മൾ എന്താ കണ്ടത്? our environment അല്ലേ? നമ്മുടെ environment-നെ കുറിച്ച് നമ്മൾ നമ്മുടെ പാഠത്തിൽ കണ്ടു. നിങ്ങൾക്ക് ശബ്ദം ഉണ്ടല്ലേ? ഇവിടുത്തെ ശബ്ദം കേട്ടോ. ഇവിടെ കുറച്ച് വർക്ക് നടക്കുന്നുണ്ട്, അതിന്റെ ശബ്ദമാണ്. So in the first chapter we saw about the environment. So land, water, plants, animals and people make our environment. Right? Appo നമ്മുടെ environment എന്തൊക്കെയുണ്ട്? Land, water and people. All these together make up our environment. Okay. Then we saw about man-made things and natural things. In our environment there are man-made things and natural things too. Then the things made by man or the human being are called man-made, and the things given to us by the nature are called natural things. അല്ലേ? അതൊക്കെ നമ്മൾ പഠിച്ചത്. പിന്നെയോ ലിവിംഗ് തിങ്സും നോൺ ലിവിംഗ് തിങ്സും തമ്മിലുള്ള വ്യത്യാസങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചു അല്ലേ? അതിനകത്ത് നമ്മൾ പഠിച്ചു ലിവിംഗ് തിങ്സ് നീഡ് ഫുഡ്. അപ്പോ all the plants are living things അല്ലേ? They prepare their own food. Plants അവര് സ്വയം food prepare ചെയ്യുന്നു. അപ്പൊ എന്തൊക്കെയാണ് അവർ യൂസ് ചെയ്യുന്നത്? With the help of air, water and sunlight. പ്ലാന്റ്സിന് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്? എയർ വേണം, വാട്ടർ വേണം, സൺലൈറ്റ്. എന്താ ശിവന? എയർ. ഷിഫാൻ എന്ന് പറയുന്നത് അഡ്മിറ്റ് ചെയ്ത നമ്മളെ സൗണ്ട് വരുന്നുണ്ടല്ലേ? ഒന്നും തിരിയുന്നില്ല. ഇവിടെ വർക്ക് നടക്കുന്നുണ്ട് മോളെ, മുകളിൽ എന്തോ വർക്കാ നടക്കുന്നത്, അതുകൊണ്ടാണ്. എന്താ പറയുന്നേ? എന്താ പറഞ്ഞേ? ഒന്നും തിരിയുന്നില്ല. ഇപ്പൊ തിരിയുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഇപ്പൊ ശബ്ദം ഇല്ല. അവരെന്തോ പണിയെടുക്കുന്നുണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ നോക്കുക, ടെക്സ്റ്റ് ബുക്കിൽ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ ലിവിംഗ് തിങ്സിൽ നമ്മൾ പറഞ്ഞു the food we eat helps us to grow അല്ലെ? നമ്മൾ കഴിക്കുന്ന ഫുഡാണ് നമ്മളെ വളരുന്നതിന് വേണ്ടി സഹായിക്കുന്നത്. Most plants can make their own food with the help of air, water and sunlight. അപ്പോ എല്ലാ പ്ലാന്റ്സും ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അവർ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത് എന്തൊക്കെ യൂസ് ചെയ്തിട്ടാണ് അവർ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്? with the help of air, water and sunlight. എയറും വാട്ടറും സൺലൈറ്റും ഉപയോഗിച്ചാണ്. Then animals get their food from other animals or plants. So animals in the case വരുമ്പോ animals എവിടുന്ന ഫുഡ്? animals food കിട്ടുന്നത്? They get food from other smaller animals or from the
പ്ലാന്റ്സ്. പിന്നെ നമ്മൾ പറഞ്ഞത് എന്താ, ലിവിംഗ് തിങ്സ് ഗ്രോ, ജീവനുള്ള എല്ലാ വസ്തുക്കളും വളരും. ഡൊമിനിക്, ഡു യു കംപ്ലീറ്റ് ദ നോട്ട്? ഡൊമിനിക് അൺമ്യൂട്ട് ചെയ്തേ മോനെ. നോട്ട് എഴുതുന്നുണ്ടോ? നോട്ട് എഴുതുന്നുണ്ടോ? ഒന്നും രണ്ടും പാഠത്തിന്റെ ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ എഴുതിയതാണോ? എഴുതിയില്ലേ? Okay. Okay. Then we said about the what we say, living things move. ജീവനുള്ള എല്ലാ വസ്തുക്കളും മൂവ് ചെയ്യുമെന്ന് പറഞ്ഞു അല്ലേ? അതിന് എക്സാമ്പിൾ നമ്മൾ പറഞ്ഞത് the sunflower turns towards the sun അല്ലേ? സൂര്യകാന്തി പൂവ് എപ്പോഴും സൂര്യനോട് ഫേസ് ചെയ്താണ് നിൽക്കുള്ളൂ. Okay. Then living things feel. ജീവനുള്ള എല്ലാ വസ്തുക്കൾക്കും feel, sense of feeling ഉണ്ട്. അതിന് എക്സാമ്പിൾ ആണ് touch me not plant. Then all the living things reproduce, give birth to their babies. Okay. Some animals such as crocodiles, fish and frogs lay eggs. Birds too lay eggs. Baby birds come out of the egg. Most plants grow from seeds. Okay. ഒട്ടുമിക്ക പ്ലാന്റ്സും എന്തിൽ നിന്ന് വളരുന്നു? സീഡ്സിൽ നിന്ന് ആണ് മുളച്ചു വരുന്നത്. ഓക്കെ. പിന്നെ നമ്മൾ ആ പാഠത്തിലെ എന്തുകൊണ്ട് fill in the blanks ഒക്കെ ചെയ്തിരുന്നു അല്ലേ? എല്ലാ fill in the blanks നമ്മൾ കണ്ടു. പിന്നെ ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പോ ഈ ചാപ്റ്ററിലെ വൺ വേർഡ്സുകൾ നിങ്ങൾ തന്നെ ലെസൺ വായിച്ച് ഒരുപാട് പ്രാവശ്യം വായിച്ചു നോക്കുക. 2-3 പ്രാവശ്യം വായിച്ചു. ഇപ്പൊ നോക്കിയേ, the things around us make up our environment അല്ലേ? അപ്പൊ നിങ്ങൾക്ക് എന്നോട് ക്വസ്റ്റ്യൻ ആക്കാം, the things around us make up our dash. അപ്പൊ എന്താണ് ആൻസർ? എൻവയറൺമെന്റ് അല്ലേ? അങ്ങനെ ഒരു സെന്റൻസ് വായിച്ച് അതിൽ നിന്ന് ക്വസ്റ്റ്യൻ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിച്ച് അങ്ങനെ വൺ വേർഡ്സ് പഠിക്കുക കേട്ടോ. ഓക്കെ. Again, coming to the second chapter, kinds of plants. അതിനകത്ത് നമുക്കൊന്ന് മാറിപ്പോയത് shrub, herb, climber, creeper. Okay, trees. So first of all, we saw about trees. What are trees? A tree is a big and tall plant. അല്ലേ? A big and tall plant is called a tree. ഇനി നമ്മൾ എന്താ പഠിച്ചേ? എന്താണ് ട്രീയുടെ സ്റ്റെമ്മിന് എന്താ നമ്മൾ വിളിക്കുന്നതെന്നാ പറഞ്ഞേ? ട്രങ്ക് അല്ലേ? അതിന്റെ സ്റ്റെമ്മിന് നമ്മൾ വിളിക്കുന്നതാണ് ട്രങ്ക്. A tree has a hard and strong stem called a trunk. Mango, neem and banana trees. അപ്പൊ ട്രീസിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? Mango, neem, banyan. These are trees. Then most trees can live for hundreds of years. ഒട്ടുമിക്ക മരങ്ങളും 100 വർഷത്തോളം ഒക്കെ ജീവിക്കുന്നു. Then shrub, കുറ്റിച്ചെടി അല്ലേ? കുറ്റിച്ചെടികളാണ് shrubs. അപ്പൊ shrubsന് എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? റോസ്, ഹിബിസ്കസ് ആൻഡ് കോട്ടൺ പ്ലാന്റ്. ഈ ഹെർബ്സിന്റെ എക്സാമ്പിൾസും തമ്മിലൊന്ന് മാറിപ്പോയരുത്. അത് ശ്രദ്ധിച്ച് നിങ്ങൾ പഠിക്കണം. ഓക്കെ. അപ്പൊ എന്താണ് shrub എന്ന് പറഞ്ഞാൽ എന്താ? shrub is smaller than a tree. അല്ലെ? ട്രീയേക്കാൾ കുറച്ച് ചെറുതാണ്. ഏത്? shrub. അപ്പൊ shrubനേക്കാൾ ചെറുതാണ് ഏത്? herb. ഓക്കെ. ഏറ്റവും വലുത് ട്രീ ആണ്, അതിന് ചെറുതാണ് shrub, അതിലും ചെറുതാണ് herb. ഓക്കെ. A shrub is smaller than a tree. It has a thin and hard stem. അപ്പോൾ shrubന്റെ സ്റ്റെമ്മിന്റെ പ്രത്യേകത എന്താണ്? തിൻ ആണ്, അതോടൊപ്പം ഹാർഡുമാണ്.
Okay. It has many branches. ഇതിന് ഒരുപാട് branches ഉണ്ട്. Rose, hibiscus and cotton plant are shrubs. അപ്പൊ shrubsന്റെ examples ആണ് ഈ പറയുന്നത് rose, hibiscus, cotton plant. Most shrubs live for many years. ഒരുപാട് shrubs കുറെ വർഷങ്ങളോളം നിൽക്കുന്നു. Hundreds of years നിലനിൽക്കുന്നത് മരങ്ങളാണ് കേട്ടോ. ഇനി herb. അപ്പൊ shrub എന്താ നമ്മൾ കണ്ടു. Shrub is smaller than a herb. ഇനി herb എന്താണ്? സസ്യമാണ് അല്ലേ? Shrub എന്ന് പറഞ്ഞാൽ പുഷ്പരി, herb ഒരു സസ്യമാണ്. Then a herb is smaller than a shrub. Shrubിനേക്കാൾ ചെറുതാണ് herb. Then it has a soft stem. അപ്പൊ ഹെർബിന്റെ സ്റ്റെമ്മിന്റെ പ്രത്യേകത എന്താ? സോഫ്റ്റ് ആണ്. Some herbs grow in summer. ചില herbs സമ്മറിൽ വളരുന്നു. Some herbs grow in winter. ചിലത് വിന്റർ സീസണിൽ വളരുന്നു. ഇനി ഓക്കെ, ടൊമാറ്റോ, തുളസി ആൻഡ് സ്പിനാച്ച് ആർ herbs. അപ്പൊ herbsന്റെ എക്സാമ്പിൾസ് ആണ് ഏതൊക്കെ? ടൊമാറ്റോ, തുളസി ആൻഡ് സ്പിനാച്ച് ആർ herbs. Then herbs live only for a few months. കുറച്ച് മാസങ്ങളോളം മാത്രമേ ഏതുള്ളൂ? herbs നിലനിൽക്കത്തുള്ളൂ. ഓക്കെ, ഇനി ഞാൻ നിങ്ങളുടെ അറ്റൻഡൻസ് എടുത്തോട്ടെ, എന്നിട്ട് ബാക്കി നമുക്ക് ഡൊമിനിക്, ഇഫ്ര ഫാത്തിമ, മുഹമ്മദ് അഖ്ല, ഫർഹ ഫാത്തിമ, അദ്വൈതിയു, എറിക്, മാലവിക സുരേഷ്, അനഘ സുരേഷ്, മുഹമ്മദ് സഹാസ്, അജിത് ജോസഫ്, ജുവൽ മരിയ, മുഹമ്മദ് ടി, ബിനയ ബിനോയ്, മോളുടെ പേരെന്താ? കുറെ സിമ്പിൾസ് മാത്രമേ ഇവിടെ കാണുന്നുള്ളല്ലോ ഞാൻ. പ്ലീസ് അൺമ്യൂട്ട്. അനിഹ മോഹൻ. അനിഹ. ഓക്കെ, മോളുടെ പേരൻസ് തരണേ. അനിഹ മോഹൻ. ഷിഫാന, അനീറ്റ ഫിലിപ്പ്, അമന്ന രാജേഷ്, ഹിബ ഫാത്തിമ, ഹൈഫ മെഹറിൻ, സയാൻ, സസ മരിയ, ശ്രീഹരി, ഹന്ന, ഹൈഫ.
Okay. Okay. എന്താ ഹൈഫ എന്തെങ്കിലും പറയുന്നുണ്ടോ അവിടുന്ന്? എന്താ റിക്കിനെ ഞാൻ വിളിച്ചല്ലോ. പ്ലീസ് അൺമ്യൂട്ട്. ഒന്നുമില്ലേ? ഓക്കെ. ഇതുവരെ അവിടുന്ന് കൈ ഉയർത്തി കാണിക്കുവാണോ ചെയ്യുന്നത്, അതോ കൈ വെറുതെ അങ്ങനെ വെച്ചേക്കുന്നതാണ്? Then ഹെർബ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഇനി ക്ലൈംബർ അല്ലേ? ക്ലൈംബർ എന്താ പറഞ്ഞ? ക്ലൈംബർ എന്ന് പറഞ്ഞ some plants have weak stem. അപ്പൊ ക്ലൈംബറിന്റെ സ്റ്റെം എങ്ങനെയുള്ളതാ? ക്ലൈംബറിന്റെ സ്റ്റെം വീക്ക് ആണ്. ഈ ഹൈഫ നിങ്ങൾ രണ്ടുപേരുണ്ടോ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു? പ്ലീസ് അൺമ്യൂട്ട്. അൺമ്യൂട്ട് ചെയ്തിട്ട് പറ. ആര്? മിൻഹാജ് കെഎം. ഓക്കെ. മിഥുൽ രാജ്. ഓക്കെ. ഓക്കെ. അത് പറഞ്ഞില്ലല്ലോ ഞാൻ സെന്റൻസ് എടുത്തപ്പോ. ഹൈഫയുടെ കൊടുത്തിരിക്കുന്ന കുട്ടിയല്ലേ മിഥുലാജ്? കളിച്ചതെല്ലാം പോയിട്ട് മിസ്സിന്റെ നടി. Okay. Okay then. We said about climber. What is the speciality of the stem of this climber? Which type of stem does it have? Weak stem. Good. Then they cannot grow straight on their own. അവർക്ക് സ്വന്തമായിട്ട് നിവർന്ന് മുകളിലേക്ക് പോകാൻ പറ്റത്തില്ല. So they need support to stand and grow straight. അവർക്ക് സപ്പോർട്ട് വേണം. സ്ട്രെയിറ്റ് ആയിട്ട് മുകളിലേക്ക് വളരുന്നതിന് ഇവർക്ക് സപ്പോർട്ട് വേണം. Such plants are called climbers. ഇങ്ങനെ സപ്പോർട്ട് ആവശ്യമുള്ള, മുകളിലേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വളരാൻ സപ്പോർട്ട് ആവശ്യമുള്ള ഈ പ്ലാന്റ്സിനെ നമ്മൾ ക്ലൈംബേഴ്സ് എന്ന് വിളിക്കുന്നു. Then pea plant, grapevine and money plant are climbers. അപ്പൊ ക്ലൈംബേഴ്സിന്റെ എക്സാമ്പിൾസ് ആണ് ഏതൊക്കെ? pea plant, grapevine and money plant. Okay. Okay. Then creeper. Then what about creeper? You see, creeper എന്ന് പറഞ്ഞാൽ എന്താ? The plants which grow along the ground. നിലത്ത് പടർന്നു കിടന്ന് വളരുന്ന ചെടികൾക്കാണ് നമ്മൾ ക്രീപ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോ അവരുടെ സ്റ്റെം വെരി വീക്ക് സ്റ്റെം ആണ്. ക്രീപ്പറിന്റെ സ്റ്റെം ക്ലൈംബേഴ്സിനേക്കാൾ വീക്ക് ആണ്. Then they grow along the ground. Such plants are called creepers. അപ്പൊ ക്രീപ്പേഴ്സിന്റെ എക്സാമ്പിൾസ് ആണ് ഇതൊക്കെ? വാട്ടർമെലൻ, മെലൻ ആൻഡ് പംകിൻ. അപ്പൊ these are the creepers: watermelon, melon and pumpkin. ഇനി we learned about some special plants. Plants grow in different places. The lotus grows in water. It is a water plant. അപ്പോ ലോട്ടസ് വെള്ളത്തിലാണ് ഉണ്ടാകുന്നത് അല്ലെ, വളരുന്നത്. അപ്പൊ അതിനെ നമ്മൾ വാട്ടർ പ്ലാന്റ് എന്ന് വിളിക്കുന്നു. അതുപോലെ okay, it has big leaves that float on water. അതിന്റെ നല്ല ബിഗ് ലീവ്സ് ഉണ്ട്, അതാണ് അതിനെ വാട്ടറിൽ ഫ്ലോട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെയോ ഒരു ഡെസേർട്ട് പ്ലാന്റിനെ കുറിച്ച് നമ്മൾ പഠിച്ചു അല്ലെ, കാറ്റക്സ്. അത് ഡെസേർട്ട് പ്ലാന്റ് ആണ്, അതിന് മുള്ളുകളുണ്ട്. ഇറ്റ് ഹാസ് thorns. അപ്പൊ ആ രണ്ട് ചാപ്റ്ററിൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിന്റെ ഫില്ലിന്റെ ബ്ലാങ്ക്സ് ചെയ്തു, മാച്ച് ദ കോളംസ് ചെയ്തു, ട്രൂ ഓർ ഫാൾസ്, ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ നമ്മൾ ചെയ്തു. അപ്പൊ നിങ്ങൾ ഇതൊക്കെ നോക്കണം. ലെസൺ നല്ലപോലെ വായിച്ച് വൺ വേർഡ്സ് ഒക്കെ ഒന്നും കൂടെ പഠിച്ചിട്ട് വേണം എക്സാമിന് ഫേസ് ചെയ്യാൻ. ഓക്കെ.
Okay, again, do you have anything doubt about the first and second chapter? ഒന്നുമില്ല. You have no doubt. So you will be getting the timetable of the exam. Okay. Okay. Okay, അത്രയായിരുന്നു ആ രണ്ട് ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ. പിന്നെ നമ്മൾ യൂസസ് ഓഫ് പ്ലാന്റ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു മൂന്നാം പാഠത്തിൽ അല്ലേ? First and second chapter is there for the exam, and the third chapter we had started in the last class. Last chapter we had almost finished the third chapter. So the uses of plants, which are the uses, for which what all things do we use these plants? So first of all, we saw that plants give us food. മരങ്ങൾ ലഭിക്കുന്നത് ഈ പ്ലാന്റ്സിൽ നിന്നാണ്. Plants give us fruits, vegetables and nuts. Okay. Plants il namakku endokke kittunnunde? Fruits, vegetables and nuts. We get it from the plants. Then plants give us cereals and pulses. Cereals and pulses endokkeyanu nammal padichirunnu. Seeds such as wheat, rice and maize are called cereals. Seeds such as urad dal, moong dal and masoor dal are called pulses. Cereals and pulses are called food grains. Appo food grains എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ ഈ cerealsഉം pulsesനെയും together we call the name as food grains. Okay. Then we learn that we get different spices from a plant, which makes our food tasty. പിന്നെയോ we get tea, coffee and sugar from plants. ഇതൊക്കെ നമ്മുടെ everyday life യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ്. Then plants give us wood. The first one was plants give us food. Now the plants give us wood. Yeah, the furnitures and so on, which we use at home. Okay. Then plants give us fibers. Fiber from the cotton plant is used to make cloth. Then fiber from the jute plant is used to make sacks, ropes and mats. Sacks, ropes, mats are used ചെയ്യുന്നതിന് jute plant in the roots ആണ് use ചെയ്യുന്നത്. Then plants give us medicines. Yeah, we get many herbal medicines from these plants. Example, tulsi leaf. When we get cough and cold, we use it. And the leaves from the neem, amla and eclectic trees. Yeah. Then plants give us paper, rubber and gum we learn. So from the kakir tree we get gum, and then paper is made from the bamboo tree, bamboo plant. Yeah, bamboo, that's a plant. Okay, bamboo plant. Rubber is made from the juice of the rubber tree. പിന്നെ നമ്മൾ കണ്ടത് plants give us oil. Yeah, we use different kinds of oils. We get it from the plant. Then the perfumes which you use, okay, that also we get from the plants. Then some other uses of plants. Okay, plants make our world green and beautiful. അല്ലേ? Plants ആണ് നമ്മുടെ ചുറ്റുപാടിനെ അല്ലെങ്കിൽ നമ്മുടെ ഈ എർത്തിനെ ബ്യൂട്ടിഫുൾ ആക്കി നല്ല ഗ്രീൻ ലുക്ക് തന്ന് ഇതിനെ ബ്യൂട്ടിഫുൾ ആക്കി നിർത്തുന്നതിന്റെ പ്രധാന പങ്ക് നമ്മുടെ പ്ലാന്റ്സിനാണ്.
They keep the air fresh and clean. Yes, they take in the carbon dioxide which we breathe out and give us the oxygen. Let's grow more plants. A green world is a beautiful world. A green world is a beautiful world. അപ്പോ നമ്മള് ഒരുപാട് plants വളർത്തണം. Okay. And then a green world is a beautiful world. അല്ലേ? അപ്പൊ അത്രയും കാര്യങ്ങളാണ് ഈ മൂന്നാമത്തെ പാഠത്തിലും നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോ നിങ്ങൾ ഈ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ചാപ്റ്റർ യു ഹാവ് ടു സ്റ്റഡി വെൽ. ഓക്കെ ഓക്കെ, ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം. യാ ജുവൽ, വാട്ട് ഈസ് ദേർ? മൂന്നാമത്തെ പാഠത്തിന്റെ ഗെറ്റ് എനിക്കറിയാം. മൂന്നാമത്തെ പാഠത്തിന്റെ Plants give us many things right from that are the following മേടില്ലേ, അതറിയാം. അറിയാവോ? റബ്ബർ, വുഡ്, കോട്ടൺ. ഓക്കെ, മടിക്ക് പഠിച്ചോ? നീ എക്സാമിന് റെഡിയായോ? പാഠം വായിച്ചിട്ടുണ്ടായിരുന്നു. 2-3 പ്രാവശ്യം വായിക്കണേ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടോ പറയാൻ? ഡൊമിനിക്കെ, നന്നായിട്ട് ലെസൺ വായിക്കണം കേട്ടോ. എന്താ മിൻഹാജ, പ്ലീസ് അൺമ്യൂട്ട്. മൂന്നാമത്തെ ചാപ്റ്ററിൽ എന്തെങ്കിലും വരുമോ? മൂന്നാമത്തെ ചാപ്റ്റർ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ എക്സാമിന്. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് അല്ലേ പറഞ്ഞിട്ടുള്ളൂ. വേറെ എങ്ങനെയാ മൂന്നാമത്തെ വരുന്നേ? വരൂല കേട്ടാ. വന്നാലും എഴുതാലോ അല്ലേ? വന്നാലും നീ എഴുതൂലേ? പഠിച്ചില്ലേ ഇപ്പൊ നമ്മള്? പഠിച്ചില്ലേ? പിന്നെന്താ ഒരു പ്രശ്നം? നമുക്ക് വൈൻഡപ്പ് ചെയ്യാം ഇന്നത്തെ ക്ലാസ്. Okay then, bye. Take care.